10-15 വർഷങ്ങൾക്ക് മുമ്പ് ഒരു വ്യക്തി ഭിക്ഷ യാചിച്ച് വന്നു കഴിഞ്ഞാൽ പോലും അദ്ദേഹത്തിന് ഒരു 10 രൂപ എടുത്തു കൊടുക്കുമ്പോൾ അതൊരു വലിയൊരു നഷ്ടമാണെന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കി നമുക്ക് സമ്പന്നനാകണമെങ്കിൽ അതിലെ ഏറ്റവും എളുപ്പ മാർഗങ്ങളിലൊന്നാണ് ദാനധർമ്മം എന്നത്. ഇപ്പം നോർമൽ നമ്മൾ എന്താണ് ചിന്തിക്കുന്നത്? ഇപ്പോൾ സപ്പോസ് ഇത് 1000 രൂപയാണ്. ഈ 1000 രൂപയിൽ നിന്ന് ഞാനൊരു 100 രൂപ അല്ലെങ്കിൽ 200 രൂപ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ നോർമൽ നമ്മുടെ ഒരു കണക്ക് പ്രകാരം നമുക്ക് നഷ്ടമാണ്. കാരണം 1000 രൂപയിൽ നിന്ന് 200 രൂപ കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി 800 രൂപ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ ബൈബിൾ ഉൾപ്പെടെയുള്ള എല്ലാ മതങ്ങളിലെയും വിശുദ്ധ ഗ്രന്ഥങ്ങളും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം, ഇപ്പം സമ്പന്നനാകുന്നതിന് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും മികച്ച ഒരു മാർഗമാണ് ദാനധർമ്മം എന്നത്. ഏകദേശം 15 വർഷങ്ങൾക്ക് മുൻപ് ഈ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ ഞാനൊന്ന് പ്രാവർത്തികമാക്കാൻ ഞാനൊന്ന് പരിശ്രമിച്ച് നോക്കി. അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രെമൻഡസ് ആയിട്ടുള്ള റിസൾട്ടാണ് എനിക്ക് ലഭിച്ചത്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിനെ ബേസ് ചെയ്ത് ഇപ്പം നമ്മൾ എന്തുകൊണ്ട് നമ്മൾ സമ്പന്നനാകുവാൻ വേണ്ടി ദാനധർമ്മം ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ള വളരെ വിശദമായ ഒരു വിശകലനമാണ് ഇന്നത്തെ ദിവസം നമ്മൾ ചെയ്യാൻ പോകുന്നത്. നിരവധി പേർക്ക് വളരെ ഉപകാരപ്രദമായ ഈ വീഡിയോ താങ്കളെ എല്ലാ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്തു കൊടുക്കുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. തൊമ്മിച്ച ടിപ്സ് എന്ന ഫിനാൻഷ്യൽ വീഡിയോ ബ്ലോഗിൻ്റെ പുതിയ എപ്പിസോഡുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ എന്നെ അനുവദിച്ച ദൈവത്തിന് നന്ദി. നമുക്ക് ആദ്യം ഒരു വചനം, വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു വചനം നമുക്ക് നോക്കാം. സുഭാഷിതങ്ങൾ 11 അധ്യായം 24 വാക്യം പറയുന്നത് ഇപ്രകാരമാണ്: ഒരാൾ ഉദാരമായി നൽകിയിട്ടും കൂടുതൽ ധനികനാകുന്നു, നൽകേണ്ടവ പിടിച്ചു വച്ചിട്ടും മറ്റൊരുവൻ്റെ ദാരിദ്ര്യം വർദ്ധിക്കുന്നു. ഉദാരമായി ദാനം ചെയ്യുന്നവൻ സമ്പന്നനാകും. അതായത് ഇവിടെ പറയുന്ന ഒരു കാര്യമാണ്, ഒരാൾ ഉദാരമായിട്ട് ദാനം ചെയ്തിട്ട് കൂടുതൽ സമ്പന്നനാകുന്നു, മറ്റൊരുവനാകട്ടെ ദാനം ചെയ്യേണ്ടവ പിടിച്ചു വച്ചിട്ടും അവൻ്റെ ദാരിദ്ര്യം വർദ്ധിക്കുന്നു. ഉദാരമായി ദാനം ചെയ്യുന്നവൻ സമ്പന്നനാകും. ഈ ഒരു വചനം എൻ്റെ ഹൃദയത്തിലേക്ക് സ്പർശിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 12-13 ഏകദേശം ഒരു 15 വർഷങ്ങൾക്ക് മുൻപാണ്. അന്ന് മുതൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ, കാരണം അത്ര നാളൊക്കെ ഞാനൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വെച്ചത് ദൈവമേ എനിക്കൊരു 10,000 രൂപ വരുമാനം കിട്ടാനുള്ള ഒരവസ്ഥ തന്നെ എന്നുള്ള ഒരു പ്രാർത്ഥനയായിരുന്നു. ഇപ്പോൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ എല്ലാം കടന്നു പോകുന്ന സമയത്ത് അവിടെ എല്ലാം പറയുന്ന ഒരു കാര്യമുണ്ട്, ദശാംശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10-1 ഭാഗം. ദൈവം നമുക്ക് നൽകുന്ന സമ്പത്തിൻ്റെ 10-1 ഭാഗം നമുക്ക് ദൈവികമായ കാര്യങ്ങൾക്ക് വേണ്ടി, മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ചെലവഴിക്കണം എന്നാണ് വിശുദ്ധ ഗ്രന്ഥങ്ങളെല്ലാം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ അന്ന് ഞാൻ പറഞ്ഞു, ഞാൻ തുടക്കത്തിലൊക്കെ എനിക്കൊരു 10,000 വരുമാനം വേണമെന്നൊക്കെയാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അന്ന് ഞാൻ എൻ്റെ പ്രാർത്ഥനയുടെ ഒരു ശൈലി മാറ്റി. ദൈവം എനിക്ക് 10,000 രൂപ വരുമാനം വേണം എന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം ദൈവം എനിക്കൊരു 1000 രൂപ കൊടുക്കാൻ, എല്ലാ മാസവും ഒരു 1000 രൂപ കൊടുക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് എന്നെ എത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എനിക്ക് കാണാൻ സാധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അധികം താമസിക്കാതെ തന്നെ എനിക്ക് ഒരു 1000 രൂപ എല്ലാ മാസവും കൊടുക്കാവുന്ന ഒരവസ്ഥയിലേക്ക് ദൈവം എന്നെ എത്തിച്ചു. അതിനുശേഷം ഞാൻ വീണ്ടും എൻ്റെ ഗോള് മാറ്റി 1000 രൂപക്ക് പകരം 2000 രൂപ എല്ലാ മാസവും കൊടുക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിക്കണമെന്ന് പ്രാർത്ഥിച്ചു. അധികം താമസിക്കാതെ 2000 രൂപ എല്ലാ മാസവും കൊടുക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് ദൈവം എത്തിച്ചു. വീണ്ടും 5000 രൂപ 10,000 രൂപ ഇന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു 6 അക്ക സംഖ്യ എല്ലാ മാസവും കൊടുക്കാവുന്ന ഒരു അവസ്ഥയിലേക്ക് ദൈവം ഉയർത്തി. ഇപ്പം ഈ ഒരു വചനം തന്നെ, അതായത് ഒരുവൻ ഉദാരമായിട്ട് ദാനം ചെയ്തിട്ടും അവൻ കൂടുതൽ ധനികനാവുന്നു, മറ്റൊരുവൻ ദാനം ചെയ്യേണ്ടവ പിടിച്ചു വച്ചിട്ടും അവൻ്റെ ദാരിദ്ര്യം വർദ്ധിക്കുന്നു. ഇപ്പോൾ താങ്കളിപ്പോൾ ഒന്ന് ആലോചിക്കാതെ, ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ താങ്കളുടെ വീട്ടിൽ 2 കിണറുണ്ട് എന്ന് വിചാരിക്കാം. ഇതിൽ ഒരു കിണറിലെ വെള്ളം ഇപ്പം ആ ഒരു കിണറിലെ വെള്ളം താങ്കൾ ഉപയോഗിക്കുകയും ചെയ്യും, അതോടൊപ്പം തന്നെ താങ്കളുടെ അയൽവക്കത്തിലുള്ള എല്ലാവർക്കും ആ കിണറിൽ നിന്ന് വെള്ളം കോരി കൊണ്ടുപോകാം. എന്നാൽ മറ്റൊരു കിണറിലുള്ള വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്കൾ ഉപയോഗിക്കില്ല, വേറെ ആർക്കും അത് ഉപയോഗിക്കാൻ കൊടുക്കുകയില്ല. അടുത്തൊരു 6 മാസം അല്ലെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ ഇതിൽ ഏത് കിണറിലെ വെള്ളമായിരിക്കും നല്ലത്? ഇപ്പം നോർമൽ സിറ്റുവേഷൻ നമുക്കറിയാം, നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ കിണറിലെ വെള്ളമായിരിക്കും നല്ലത്. അതായത് നമ്മൾ ഇതിൽ നിന്ന് വെള്ളം കോരും തോറും പുതിയ ജലം അതിലേക്ക് വന്ന് നിറയുകയും പിന്നെ ആ വെള്ളം ശുദ്ധി ചെയ്യപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇതുപോലെ തന്നെ ദൈവം നമ്മളിലേക്ക് അനുഗ്രഹങ്ങൾ വർഷിക്കുന്ന സമയത്ത്
അത് നമ്മളിൽ തന്നെ കെട്ടിക്കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മതി നമ്മൾ ജീവിതം കൂടുതൽ ദുരിതപൂർണമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ. നമ്മളിലേക്ക് ഒഴുകുന്ന സമയത്ത് ഈ ഒഴുക്ക് നമ്മളിൽ നിന്ന് ഇപ്പം നമ്മളുടെ അത്രയും അനുഗ്രഹമില്ലാത്ത നിരവധി വ്യക്തികൾ നമ്മുടെ ചുറ്റുവട്ടത്തിലുണ്ട്. അപ്പം അവരിലേക്കും ഒഴുക്കുവാൻ നമുക്ക് എല്ലാവർക്കും തന്നെ കടമയുണ്ട്. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യം, പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ 35 അധ്യായം ഇപ്പം 12-13 വാക്യങ്ങൾ പറയുന്ന ഒരു കാര്യമാണ്, അത്യുന്നതൻ നൽകിയതുപോലെ അവിടത്തേക്ക് തിരികെ കൊടുക്കുക, കഴിവിനൊത്ത് ഉദാരമായി കൊടുക്കുക, കർത്താവ് പ്രതിഫലം നൽകുന്നവനാണ്, അവിടുന്ന് 7 ഇരട്ടിയായി തിരികെ തരും. അതായത് നമുക്ക് എന്താണ് കഴിവ്, ആ കഴിവിനനുസരിച്ച് നമുക്ക് ദൈവത്തിന് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി ചെലവഴിക്കാൻ നമുക്ക് എല്ലാവർക്കും കടമയുണ്ട്. അപ്പം നമ്മളങ്ങനെ കൊടുക്കും തോറും എന്ത് സംഭവിക്കും? ദൈവം 7 ഇരട്ടിയായിട്ട്, അതിൽ പല മടങ്ങായിട്ട് ദൈവം നമുക്ക് തിരിച്ചു തരും. എൻ്റെ ഈ 15 വർഷത്തെ എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസിൽ എനിക്ക് തീർത്തും പറയാവുന്ന ഒരു കാര്യം, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എൻ്റെ ലൈഫിൽ ഇത്രയും വർഷമായിട്ട് പിന്തുടർന്നിട്ട് എനിക്ക് ഒരു കാരണവശാലും എനിക്ക് ദോഷം ഉണ്ടായിട്ടില്ല. എനിക്ക് അതുകൊണ്ട് തന്നെ ഗുണമാണ് ഉണ്ടായിരിക്കണം. ചില സമയങ്ങളിൽ നമുക്ക് ഫിനാൻഷ്യലി ടൈറ്റുള്ള സമയത്തും, അതായത് ചിലപ്പോൾ ഇപ്പം നമ്മളുടെ പല കാര്യങ്ങളും ചെയ്യാനുണ്ടാവുമായിരിക്കാം. പക്ഷെ ആ സമയത്തും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ കയ്യിലുള്ള എമൗണ്ടിൽ നിന്ന് ഒരു നിശ്ചിത ശതമാനം ഞാൻ എടുത്ത് മാറ്റി കൊടുക്കുന്ന സമയത്ത് എനിക്ക് അത് കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ അന്ന് തന്നെ ഞാൻ എന്ത് കൊടുത്തുവോ അതിനേക്കാൾ കൂടുതൽ വരുമാനം എനിക്ക് പല സോഴ്സ്, ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത പല സോഴ്സുകളിൽ നിന്നും വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിലേക്ക് ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ അത് നമ്മളിൽ കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ നമ്മളൊരു സ്വാർത്ഥനായിട്ട് മാറും. അതിന് പകരം മറ്റുള്ളവരിലേക്കും നമുക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു ആത്മീയ സന്തോഷം എന്നത് എത്ര വാങ്ങിക്കൂട്ടിയാലും നമുക്ക് ലഭിക്കാത്ത ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നൊരു കാര്യം, നമുക്ക് ദൈവം നൽകുന്നതിൻ്റെ ഒരു സർട്ടൻ പെർസെൻറ്റേജ്, ഇപ്പോൾ 5%, 10%, 15%, 20%, അത് മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ചെലവഴിക്കുക. അതൊരിക്കലും നമ്മുടെ ഔദാര്യമല്ല, നമ്മളുടെ കടമയാണ് എന്ന കാര്യം ഓർത്ത് അതനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിലേക്ക് വരുന്ന സമ്പത്ത് നമ്മളുടെ കുടുംബത്തിന്, നമ്മളെ മക്കൾക്ക്, എല്ലാവർക്കും അതൊരു അനുഗ്രഹപ്രദമായിട്ട് മാറും. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബൈബിളിലെ 1-2 കോട്ടാണ് ഇന്നേ ദിവസം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിന് പുറമെ നിരവധി കോട്ടുകൾ ബൈബിളിൽ തന്നെയുണ്ട്, പിന്നെ മറ്റു മതഗ്രന്ഥങ്ങളിലെല്ലാം ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ അത് പലർക്കും വളരെയധികം ഉപകാരപ്രദമാവും. അതോടൊപ്പം തന്നെ ഇപ്പം ഞാൻ പറയുന്ന ഒരു കാര്യം, നമ്മളിപ്പോൾ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് നമ്മൾ ഫോം ചെയ്യുന്നുണ്ട്. ഈ ഒരു ഗ്രൂപ്പിലൂടെ ഈ ഗ്രൂപ്പിൽ അംഗമായിട്ടുള്ളവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു എക്സ്ക്ലൂസീവായിട്ടുള്ള വെബിനാറുകൾ ഇപ്പോൾ അടുത്ത മാസം തുടങ്ങി നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഗ്രൂപ്പിലൂടെയാണ് ഞങ്ങൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം ഞങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇതുവരെ താങ്കൾ ആ ഒരു ഗ്രൂപ്പിൽ അംഗമായിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് അവൈലബിൾ ആണ്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ ഗ്രൂപ്പിൽ അംഗമാകുവാൻ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അടുത്ത ആഴ്ച സാമ്പത്തിക മേഖലയിലെ പുത്തൻ വിശേഷങ്ങളുമായി തൊമ്മിച്ച ടിപ്സ് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, വിഷ് യു ഓൾ ദി ബെസ്റ്റ്.